ഹലോ വെൽക്കം ടു ഈസി മാത്സ്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ പി എസ് സിക്ക് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ആ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞ് ഡിസ്കസ് ചെയ്യാന്ന് വെച്ചു. അപ്പോൾ കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിച്ചിരുന്ന ഒരു മാത്സിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി. √0.4444 എക്സെട്ര ഇത് കണ്ടുപിടിക്കാനായിരുന്നു ചോദ്യം ചോദിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യം ഇവിടെ ഒന്ന് എഴുതി വെക്കാം. 0.3333 ഇങ്ങനെ പോയാൽ ഇതിന്റെ അർത്ഥം 3/9 എന്നാണ് കേട്ടോ. 3/9, അതായത് ഈ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു നമ്പർ മാത്രമല്ലേ ഉള്ളൂ, ഒരു നമ്പർ 3. ആ 3 മുകളിൽ കൊടുക്കുക, താഴെ 9 കൊടുക്കുക. ഞാൻ വേറെ കാണിച്ചു തരാം. ഇപ്പൊ ഇങ്ങനെ പോകുന്നതെന്ന് എഴുതുക. 0.32 ഇങ്ങനെ അങ്ങ് പോയാല് റിപ്പീറ്റ് ചെയ്യുന്ന 2 നമ്പറാണ് അല്ലെ, 32 2 നമ്പർ. അപ്പൊ 32 കൊടുക്കുക, ഡിവൈഡ് ബൈ 99 കൊടുക്കണം. ഓക്കെ, ഇപ്പൊ 0.123 ഇങ്ങനെ റിപ്പീറ്റ് എടുക്കണേ. അങ്ങനെ എങ്ങനെ കൊടുക്കാം? 123 ഡിവൈഡഡ് ബൈ 3 നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് 999 എന്ന് കൊടുക്കണം. ഓക്കെ, അങ്ങനെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെയാണ് അത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഈ 0.333 എന്ന് പറഞ്ഞ് എഴുതിയതിന്റെ പകരം മുകളിൽ ഒരു ബാർ കൊടുത്താലും അതിന്റെ അർത്ഥം 33333 എന്ന് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് തിരിച്ചു വരാം. റൂട്ട് ഓഫ്, അപ്പൊ 0.44444 നമുക്ക് എങ്ങനെ എഴുതാം? 4/9 എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു. അപ്പം റൂട്ട് വരുമ്പോൾ ഫ്രാക്ഷൻ ആണെങ്കിൽ മുകളിലും റൂട്ട് എടുക്കണം, താഴെയും റൂട്ട് എടുക്കണം കേട്ടോ. മുകളിലും താഴെയും റൂട്ട് എടുക്കുക. √4 എന്ന് പറഞ്ഞാൽ 2, √9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3. പക്ഷെ ഇതുകൊണ്ട് അവസാനിച്ചില്ലായിരുന്നു. 2/3യുടെ ഡെസിമൽ ഫോം ആയിരുന്നു ആൻസർ ആയിട്ട് വന്നത്. അപ്പൊ 2നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക കേട്ടോ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓപ്ഷനിൽ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, പരീക്ഷയ്ക്ക് വന്നത്. അപ്പൊ 0 കൊടുത്തു, 0.2 കൊടുത്തു, ഇവിടെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 20 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ എത്ര വരും? 6 വരും. 18. പിന്നെ നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ 2 വരും, 0 വരും, 6 വരും. പിന്നെയും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. 6 എന്ന് റിപ്പീറ്റ് ചെയ്ത് പോകും. അപ്പൊ ഇതിന് ആൻസർ എന്താണ്? 0.66666 എന്ന് പോയി കേട്ടോ. ഇത് ചിലവർക്ക് കൺഫ്യൂഷൻ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് √0.4444 വന്നിട്ട് ഉത്തരം ഇങ്ങനെ തന്നെ കൊടുത്തു. അപ്പൊ ഇതിങ്ങനെയാണ് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം അടുത്തൊരു പ്രീവിയസ് ക്വസ്റ്റ്യനുമായിട്ട് കാണുന്നത് വരെയും ബൈ.